ഹലോ, വെൽക്കം ടു പാർട്ട്നേഴ്സ് ബ്ലോഗ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചൂണ്ടിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിന്ന് 3 രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്ന് കൈ ചൂണ്ട, ചെറിയ ചൂണ്ട, പിന്നെ ഒന്ന് ഏറ് ചൂണ്ട, ലോങ്ങിൽ എറിയുന്നത്, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടന്മാരെല്ലാം കൂടെ മീൻ പിടിക്കുന്നുണ്ട് വീശുവരയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സെഗ്മെന്റ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഏറ് ചൂണ്ട എന്ന് പറയുന്ന സാധനം. നമ്മുടെ നാടൻ ചൂണ്ടേൻ്റെ പോലത്തെ വേറെ ലൈറ്റാണ്. സോ ഇതിൻ്റെ അറ്റത്ത് ഒരു വെയിറ്റ് കെട്ടിയിട്ടുണ്ട്. ഇനി ഈയം എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ. അതിൻ്റെ കൂടെ ഒരു 6 ഒരു 7 ചൂണ്ടക്കൊളുത്ത് ഇതിലൂടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതിനാണ് ഏറ് ചൂണ്ട എന്ന് പറയുന്നത്. ഈ ചൂണ്ടയിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെങ്കിലും. നമ്മുടെ കയ്യിൽ ഒരു ഇതുകൂട്ടൊരു 1 2 3 4 5 എണ്ണം ഉണ്ട് കൂട്ട്. അപ്പം നല്ല ലെങ്ത്തിൽ പോകുന്നതാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫീഡിന് വേണ്ടി ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ, പിന്നെ ഇത് പുഷ്ടി എന്ന് പറഞ്ഞ സാധനമാണ്. നമ്മൾ മീനൊക്കെ കൊടുക്കുന്ന തീറ്റയാണ്. ഇത് കടലപ്പിണ്ണാക്ക്, ഇത് പിന്നെ ചോളപ്പൊടിയാണ്. അപ്പോൾ ഇത് ഇത്ര 4 സാധനം കൂടെ മിക്സ് ചെയ്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ നമ്മളിടും. ഇതിട്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത്. നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം എന്തായാലും. പിന്നെ നമ്മൾ ഇച്ചിരി പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ തീറ്റ, അതായത് ചോളപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു കുറച്ച് ഫിഷ് ഫീഡും കൂടി ഇട്ട് കൊടുത്തു. ഇത്ര ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം. തീറ്റ കണ്ടോ, അവസാനം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫീഡ് ഇടുന്ന പല രീതിയിലുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീറ്റ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അധികം ഇതാക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കുക. അത് കഴിഞ്ഞിട്ട് തീറ്റ ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് മുകളിൽ പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. പതുക്കെ. അത് കഴിഞ്ഞിട്ട് ചൂണ്ടയുടെ ഭാഗം ഇതാ ഇങ്ങനെ തല തിരിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. അതായത് ചൂണ്ടയുടെ ഈ വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ. അത് ആ 6-7 ചൂണ്ടയും ഒരുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചൂണ്ട 3 എണ്ണം വെച്ച് കഴിഞ്ഞു. ഇത് 2 എണ്ണം കൂടെ ഉള്ളൂ. അങ്ങനെ എനിക്ക് വച്ച് കഴിഞ്ഞിട്ട് പിന്നെതാ ഈ ഒരു സാധനം ബാലൻസ് ഉണ്ട്, എക്സ്ട്രാ ഒരു ബൗളൊക്കെ ആയിട്ട്. ഇത് ഞാൻ പറഞ്ഞുതരാം എന്തിനാണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ ക്ലോസ് ചെയ്യാം. അടി എന്നിട്ട് നമ്മൾ അടിച്ചടിച്ചടിച്ച് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം എന്താ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ അവസാനം വരുന്ന സാധനം എന്താ അവിടെ ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഈ ചെറിയ പൊടിമീനുകൾ വന്നിട്ട് ഇതിങ്ങനെ കൊത്താൻ തുടങ്ങുമ്പോൾ ഈ സൈഡത്തെ എല്ലാം പൊലിഞ്ഞു പോയിട്ട് ഇത് സെപ്പറേറ്റ് വന്നെടുക്കും. അപ്പൊ ചില മീനുകൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് അറ്റാക്ക് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടല്. അപ്പൊ ചൂണ്ട ഇടുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളിത് ഈ വള്ളി ഇങ്ങനെ വലിച്ചിടുക. അങ്ങനെ നമ്മൾ അത്യാവശ്യം വള്ളി വലിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഇത് എറിയാൻ പോവാണ്. ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് എന്താ പറയുക, തെറിച്ചു പോകാതിരിക്കാൻ നമ്മളിത് കോലും കൊണ്ട് ഇങ്ങനെ കൊത്തി വെച്ചു കൊടുക്കും. ഇൻ കേസ് ഇത് എറിഞ്ഞു പോകുമ്പോൾ നീളം കൂടിയിട്ടോ ഇത് കൂടെ പോകാതിരിക്കാൻ നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കണം. നമ്മളിത് കൂട്ടി ഒരുമിച്ച് ഇത് അങ്ങനെ പിടിക്കും. ഇപ്പം തന്നെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ പോയിക്കോളും. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് ചവിട്ടി പിടിക്കാം. എന്നിട്ട് ദൂരത്തേക്ക് വലിച്ചെറിയാം. അന്ന് പോകുന്നുണ്ട്, ഒഴുക്കിൻ്റെ കൂടെ പോവാണ്. നമ്മൾ പണി വാങ്ങുമെന്നറിയില്ല, കണ്ടറിയാം. നമ്മളൊരു വടി എടുക്കുക, അതിങ്ങനെ സപ്പോന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ചൂണ്ട നമ്മൾ പൊക്കി ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകേസ് മീൻ വലിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ അളവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചൂണ്ട ഇട്ടു, കണ്ടില്ല, നല്ല ഒഴുക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. കയറിട്ട് പിടിക്കുക. വല്ല നടക്കുവോ? പയറ് മാത്രമുണ്ട് കാണാന്. കാലിന്റെ ഇടയിൽ എടാ, ഇവിടെ മേളിലേക്ക് ഇവിടെ കണ്ടോ? ഇങ്ങോട്ടേക്കും പിടിക്കണോ? പുറത്തുനിന്ന് ആളെ വിളിക്കണോ? ഓ, നിനക്ക് കൈരാശി ഉണ്ടോന്ന്? താഴേക്ക് പോലെ
ഫൈനൽ ഓനെ എറിയൊന്നുമില്ലടാ. അറിയണ പണിക്ക് നിക്കോളൂ. ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞാൽ മതി. താഴെ പോരതേ. താഴെ പോയിട്ട് സക്സസ് ആവും. അടിപൊളി. വിട്ടേച്ചും പോടാ, ഇറങ്ങി പോടാ. ഒരു പ്രാവശ്യോ 10 മണിക്ക് തന്നാ പോരെ. അവിടെ ഒരു മീൻ കയറി, നമുക്ക് മീനെ നോക്കാം. അപ്പൊ വെള്ളത്തിന് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത് കഴിച്ചുകൊണ്ടൊക്കെയാണ്. അപ്പൊ കഴിച്ചുകൊണ്ടിടാൻ വേണ്ടിട്ട് നമുക്ക് ഇര വേണം. അപ്പൊ ഇരയാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാണ്. അപ്പൊ പിടിച്ചലയും കൊണ്ട് നമ്മള് ചൂണ്ടയിലേക്ക് കോർക്കാൻ പോവാണ്. ഇത് കാർബണിന്റെ ഹുക്കാട്ടോ. കാർബണിന്റെ ഹുക്കും ഈയക്കട്ടയാണ് ഇതിന് വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ചെറിയ ഒരു മണ്ണിരേന എടുത്തിട്ട് പതുക്കെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇങ്ങനെയാണ് ചൂണ്ടയിൽ ഇരേന കോർക്കുന്നത്. അപ്പൊ ഇട്ട ചൂണ്ടൊന്ന് വലിച്ചു നോക്കാണ് ചെക്ക. എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. കുത്തിയിട്ടുണ്ടോ? അറ്റംപ്റ്റ് 1 അട്ട ഫ്ലോപ്പ്. അപ്പൊ അടുത്തൊന്നും എടുക്കാണ് ഇല്ലല്ലോ. വീണ്ടും കിട്ടിയിരിക്കുന്നു പ്ലെങ്. ഇല്ല സുഹൃത്തുക്കളെ, നടന്നില്ല. അപ്പോൾ നമ്മള് നേരത്തെ ഇട്ട് വെച്ചിട്ട് ചൂണ്ടയില്ലേ, ഏറ് ചൂണ്ട, പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും കിട്ടുമോണ്ടാവുമെന്ന്. പോയി നോക്കാം. അനക്കൊന്നും കാണുന്നില്ല. ജസ്റ്റ് വലിച്ചു നോക്കാം എന്താ കാര്യം അറിയാൻ. വലിക്കുമ്പോൾ വേഗം വലിച്ചോളുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങും. കാരണം അത്രയും വള്ളിയുള്ളതുകൊണ്ട് എവിടെയും കെടുങ്ങാനുള്ള ചാൻസസ് വളരെ ഹൈയാണ്. നല്ല ഒഴുക്കുള്ളത് കൊണ്ട് തീറ്റയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കിട്ടിയില്ല. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല. നമ്മുടെ ശരിയാവില്ല, പക്ഷെ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ നമുക്കൊന്നും കൂടെ ട്രൈ ചെയ്തു. നിങ്ങൾ മീൻ പിടിക്കാന്നല്ലേ? ഒരു മീൻ പിടിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മള് പോവാണ്, നമുക്ക് കിട്ടിയില്ല.